ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ആദ്യത്തെ ടിപ്പ്, നമ്മൾ പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് തോരൻ വെക്കുമ്പോൾ, നമ്മൾ അതിൽ സ്വല്പം നാരങ്ങാനീരൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ തോരൻ്റെ രുചി കൂടുകയും ചെയ്യും, അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാനിവിടെ വെണ്ടയ്ക്കാത്തോരൻ വെക്കുന്നതിനകത്താണ് ഒരു ഹാഫ് പാർട്ടിൽ താഴെ നാരങ്ങ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ വെണ്ടയ്ക്ക വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ രണ്ടുണ്ട് കാര്യം, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, അതേപോലെ തന്നെ വെണ്ടയ്ക്ക ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, ആ വെണ്ടയ്ക്കായ്ക്കകത്ത് ഒഴിച്ചതിൻ്റെ ബാക്കി മുക്കാൽ പാട്ടോളം നാരങ്ങ ഉപയോഗിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. അതേപോലെ നാരങ്ങ പിഴിഞ്ഞതും ഉണ്ട്. അപ്പോൾ ആ ഉപയോഗിക്കാത്ത പിഴിഞ്ഞൊഴിക്കാത്ത ആ നാരങ്ങയിലോട്ട് മറ്റേ ആ പാട്ട് ചേർത്ത് ഇതിൽ കാണിക്കുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അത് ഇരിക്കത്തില്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇത് ബാക്കിയുള്ള പാട്ട് ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കണം. ഇനി റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാവുന്നതാണ്. അതും 3-4 ദിവസമേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇത് എടുത്ത് ഉപയോഗിച്ച് തീർക്കണം. ഇനി വേറെ രീതി എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ എടുത്ത പോലെ ഒരു ഹാഫ് പാർട്ടി താഴെ നാരങ്ങ നീര് മതിയായിരിക്കും. നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് മതിയായിരിക്കും. അപ്പം ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു മുഴുവൻ നാരങ്ങ എടുത്തിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിലിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ വെട്ടി മാറ്റുന്നു. അതാണ് നമുക്ക് നാരങ്ങ നീര് ആവശ്യത്തിനായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി പാർട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കുത്തി വെക്കാവുന്നതാണ്. ഒരു കണ്ടെയ്നർ എടുത്ത് വെക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ സവാളയൊക്കെ അരിയുമ്പോൾ കണ്ണുനീര് വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സവാള എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഫ്രീസറിൽ വെക്കാം. ഒരു 3 മിനിറ്റോളം വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തരിഞ്ഞാൽ ഒട്ടും തന്നെ കണ്ണുനീര് വരത്തില്ല. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. അടുത്ത നാലാമത്തെ ടിപ്പ്, നമ്മൾ ഫ്രീസറിൽ മീനൊക്കെ വെച്ചിരിക്കും, അതുപോലെ ബീഫൊക്കെ വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തിട്ട് അതിൻ്റെ ഐസൊക്കെ മാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന നല്ലൊരു മാർഗ്ഗമാണ്, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ മീനാണ് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം വെള്ളത്തോടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ശകലം ഉപ്പൂടെ ഇട്ട് വെക്കുന്നു. ഒരു 10 മിനിറ്റ് മാത്രം മതി. അപ്പോഴത്തേനും ഇത് ഇളകി കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലോണം തന്നെ നല്ല സോഫ്റ്റായിട്ട് ആ ഐസൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചത്, എനിക്കിത് കറി വെക്കാനായിട്ട് വേണ്ടിയോണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഇട്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇനി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് 2-3 പാർട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണ്ട. ഇതേപോലെ വെള്ളം ഒഴിക്കാതെ ഉപ്പ് മാത്രം വിതറി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് ഇത് കറി വെക്കാനായിട്ട് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളത്തോടെ ഒഴിച്ചിട്ട് ഉപ്പൂടെ ഇട്ടത്. അത് പെട്ടെന്ന് തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം നല്ല സോഫ്റ്റായിട്ട് ആ തണുപ്പ് ഐസും ഒക്കെ മാറി കിട്ടും. അടുത്ത 5-മത്തെ ടിപ്പ്, ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ ആ ഷെല്ലിലുള്ള വളരെ തിന്നായിട്ടുള്ള നാരെടുക്കുന്നുണ്ട്. ആ നാരെടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
പിന്നെ എടുത്തിരിക്കുന്നത് സൂചിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് സൂചി നൂലും കോർക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സൂചി നൂലും കോർക്കാം. അതിനുള്ള രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള നൂലെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലാണെങ്കിൽ ഈ പിച്ചാത്തി കൊണ്ട് ഒരു സ്ലിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഉണ്ടാക്കുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റും സ്ലിറ്റ് വേണം. അപ്പോൾ പിച്ചാത്തി അങ്ങ് നേരെ വെച്ച് കൊടുത്താൽ മതി, ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ആ തേങ്ങയുടെ ഷെല്ലിൽ നിന്ന് ഫൈനായിട്ടുള്ള ചകിരിനാര് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് നൂല് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ പിച്ചാത്തി ഇതിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അവിടെ ആ സ്ലിറ്റ് വീഴും. അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ആ ചകിരി നാരാണേൽ ആ സ്ലിറ്റിനുള്ളിലോട്ട് ആക്കി വെക്കണം. അപ്പോൾ 2 സ്ലിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്ലിറ്റിൽ നമുക്ക് ആ ചകിരി നാര് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തതിനകത്ത് നീളമില്ലാത്ത കാരണം ഒരു സ്ലിറ്റിൽ മാത്രമേ ആ ചകിരി നാര് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് വെച്ചപ്പോൾ തന്നെ അവിടെ നല്ല സ്റ്റിഫായിട്ട് നല്ല അനക്കമൊന്നും ഇല്ലാതെ നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് സൂചിയിടാൻ നല്ലതായിട്ട് തന്നെ അത് ഇരിക്കുന്നുണ്ട്. നമുക്ക് എടുക്കുന്നതിനകത്ത് നമുക്ക് അത് സ്ട്രോങ് ആയിട്ട് ഇരിപ്പില്ലെങ്കിൽ നമുക്ക് ആ നീളമുള്ള ചകിരിനാര് എടുത്തിട്ട് 2 സ്ലിറ്റിലും ആക്കി അത് ഉടക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ ഇവിടെ സൂചി എടുത്തിട്ടുണ്ട്. ആ സൂചിയുടെ കിഴുത്തേലോട്ട് ആ ചകിരി നാര് കയറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് അത് നല്ല ഈസി ആയിട്ട് തന്നെ അത് കയറിപ്പോവും. അത് കഴിഞ്ഞിട്ട് ആ ചകിരി നാരിൻ്റെ ഹുക്കിലോട്ട് നൂല് കയറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സൂചി അതിൽ കൂടെ ഒന്ന് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ വലിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ സൂചിയിൽ അവിടെ നൂല് കോർത്തിട്ടുണ്ടാവും. നമ്മൾ ക്യാപ്പയിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ മതി. അത് നമുക്ക് പിന്നെ ഇത് കളയാതെ വെച്ചിരുന്നാൽ മതി. പിന്നീട് നമുക്ക് സൂചി കോർക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കളയാതെ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ഈ രീതിയിലല്ലാതെ വേറെ രീതിയിൽ വന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അതും. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ വെള്ളയിലോട്ട് ആ നൂല് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ നമ്മുടെ ആ സൂചിയുടെ ആ ഹുക്കുള്ള ഭാഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ നൂലിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരസിയാൽ മതി. അങ്ങനെ ഉരസുന്നുണ്ടെങ്കിൽ ആ ആ സൂചിയുടെ ഹുക്കുണ്ടല്ലോ, ആ കിഴുത്തയിലൂടെ ആ നൂല് മുകളിലോട്ട് പൊന്തി വരും. അങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്കത് നൂല് പിന്നെ പിടിച്ചിങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോഴത്തേനും അവിടെ സൂചി ഓർത്ത് വരും. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇന്നത്തെ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓളെന്ന ബെല്ലൈക്കോട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് പറ്റും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.